എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കരീം ലലാസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നല്ല അടിപൊളി വീഡിയോസുമായി നമ്മൾ വന്നിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ മുത്തുമണി സേ ഇത് കണ്ടോളട്ടെ നിങ്ങൾ. ഈ ചെടികളൊക്കെ നിങ്ങൾ കാണി. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി വെറൈറ്റിയാണ് സംഗതി. നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ നമ്മളെ നാട്ടിലൂടെയൊക്കെ എല്ലാ വീടുകളും ഇഷ്ടം പോലെ ഇങ്ങനത്തെ കളർ പല ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലുള്ള കളറുകളും നല്ല കനളക്കട്ടിയുള്ള ലീഫൊക്കെ ആയിട്ടുള്ള ചെടികളാണിത്. ഇതിൻ്റെ ഒരു അഭിപ്രായം ചോദിക്കണമെങ്കിൽ ഇവിടെ ഒരാളില്ല. ഇതൊരു ഏക്കർ കണക്കിന് ഭൂമി ഇങ്ങനെ കിടക്കണം ഇവിടെ. വൻ ഫാമാട്ടോ. എന്തോ ഭംഗിയെന്നറിയാം. ഓരോ ഏരിയ ചെല്ലുമ്പോൾ ഓരോ ഭാഗത്ത് ഓരോ മുക്കിലും മൂലയിലും വെറൈറ്റി ഐറ്റംസ്. ഇതാണുള്ളൊരു സാധനം നിൽക്കണേ. തെങ്ങല്ല, പനയല്ല, പിന്നെ കവുങ്ങല്ല, അമ്മാരി സാധനം. അതിൻ്റെ ഒരു ചൊറുക്കാണ്. ആ വെളുത്തൊരു അരിമണി പോലത്തെ ഒരു കായാണിത്. പിന്നെ ഈ ചുമന്ന് വരുന്ന കേട്ടോ, വളർന്ന് വലുതായി അടക്കക്കായ് മാറി ഇങ്ങനെ വന്നിട്ട് അത് ചുമന്ന റെഡ് കളർ ഇങ്ങനെ വന്നിട്ട് എന്തൊരു അതിൻ്റെ ചെറുപ്പത്തിൽ അത് ചെറിയ അരിമണി പോലത്തെ സാധനമാണ്. പിന്നെ അത് വൻ സെറ്റായിട്ടും വരിക. നല്ല ചൊറുക്ക കാണാം. അതങ്ങ് നിൽക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര ചൊറുക്കാണ്. പിന്നെ എന്താണ് വെറൈറ്റി ഐറ്റംസ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊന്നും കാണിക്കാത്ത ഐറ്റംസ് കാണിച്ചതുണ്ടാവും ഇടയ്ക്കൊക്കെ. നിങ്ങൾ ക്ഷമിക്കുക. ഏതായാലും എനിക്ക് നിങ്ങളിതൊക്കെ കാണിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോസുകളൊക്കെ എടുക്കുന്നത്. നമ്മൾ മണ്ണുത്തിയിൽ എപ്പോഴും പിന്നെ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ വരും. അപ്പോൾ നമുക്ക് എപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ പറ്റുമ്പോഴൊക്കെ നല്ല വെറൈറ്റി ഐറ്റംസൊക്കെ കാണുമ്പോൾ മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങൾ എന്താ അതിൻ്റെയൊക്കെ ഒരു ഭംഗി. യുജീനിയ എന്ന് പറയും. ഇതൊക്കെ നമ്മൾ വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പെണ്ണോട് കൊടുത്തിട്ട് പെണ്ണിന് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. പെണ്ണിന് പൂവ് വേണം. ഇതൊരു ഉങ്ങ് ഐറ്റംസാണ്. ചെറിയ ഉങ്ങ്, വലുതാവാത്ത വലിയ മരമൊന്നും ആവില്ല, പക്ഷേ നല്ല തണലും കിട്ടും. തെച്ചിപ്പൂവിൻ്റെ വെറൈറ്റികൾ നല്ല അടിപൊളി. ഇത് റോഡ് സൈഡിൽ വെച്ചിരിക്കുന്ന സാധനമാണ്. എന്ത് രസം എന്ന് പറയാം. റോട്ടിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ അടുത്തടുത്ത് വെച്ചിട്ട് ബുഷുമാരി നല്ല സംഭവം കേട്ടോ. നമുക്ക് ഈ സൈറ്റിൽ നിന്ന് വോയിസ് കൊടുക്കാൻ പറ്റില്ല. ഡയറക്റ്റ് വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പല ശബ്ദങ്ങളുണ്ട്. മെഷീനറികളൊക്കെ പല ഐറ്റംസ് ശബ്ദങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വലിയ വിഷയമായി മാറും. അപ്പോൾ നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് കൊടുക്കുന്നത്. കണ്ടെങ്കിൽ നല്ല അടിപൊളി വെറൈറ്റീസുകൾ എന്തൊക്കെ ഐറ്റംസ് എന്ന് നോക്കിയാൽ നല്ല ബുഷുമായി നിൽക്കുന്ന ചെടികളാണ്. ഇതൊക്കെ ബുഷുകളാണ്. വെറൈറ്റി കളറിലും നല്ലത് വേറെ ഐറ്റമാണ്. ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ അടിയിൽ നിന്ന് മുളച്ചുണ്ടാകുന്ന സാധനം കേട്ടോ. വെറുതെ അടിയിൽ നിന്ന് മുളച്ചുണ്ടാവും ഈ സാധനങ്ങളൊക്കെ. ഇതൊക്കെ അങ്ങനെ കിട്ടും. ഇഷ്ടംപോലെ നമുക്ക് പെരുത്തുണ്ടാക്കാം കൊണ്ടേക്ക് വെച്ചിട്ടാണ്. ഇത് വേറെ അതിനാണ്. ഇതൊക്കെ പണ്ടൊക്കെ നമ്മൾ വീടുകളൊക്കെ വേറെ ചില രീതിയിൽ കളറിലൊക്കെ കണ്ടിരുന്നു. ഇതിപ്പോൾ ഒരു വെറൈറ്റി കളറാണ്. ഇതൊന്നും ഇപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലെവിടെയും കണ്ടിട്ടില്ല. അതൊക്കെ പണ്ട് ഇഷ്ടം പോലെ. ഈ സാധനത ഇതിൻ്റെ വില ഇപ്പോൾ അവിടെ നിലവിൽ 65,000 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനമാണിത്. 65,000 രൂപയുടെ സാധനമാണിത്. പറഞ്ഞ് വിശ്വസിക്കുക. ഇതിന് ലക്ഷങ്ങൾ വില വരുന്ന സാധനങ്ങളുണ്ട് തരാം. ഇതിൻ്റെ വലിയ പടുമരങ്ങളൊക്കെ ഉണ്ട്, ലക്ഷങ്ങൾ വില വരുന്ന. അപ്പോൾ ഈ ജൂനിയൻ്റെ വേറെ വെറൈറ്റി. ഇത് ഒരു ചെറിയ ബ്ലൂ കളറിലെ പൂണ്ടാണ് സാധനം. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മളെ ബോസ് ഓരോ ഫാമിലും കയറി ഇറങ്ങുമ്പോൾ വെറൈറ്റി ഐറ്റംസ് ബോസിന് ഓരോന്നിനും കാണണം. എല്ലാം കണ്ടിട്ട് അദ്ദേഹം വേണ്ടത് എടുക്കും കേട്ടോ. അഖിലേഷ് ഭായിയാണ് നമ്മളെ ബോസ്. ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ബിസിനസ്സും ഏർപ്പാടൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ലോഡ് എടുക്കുന്നുണ്ട് നമ്മൾ. അവരെ സൈറ്റ് വർക്കാണ്, കച്ചവടത്തിനല്ല. ഫുള്ള് സൈറ്റ് വർക്കുണ്ട്. ചെടികൾ മൊത്തം കൊണ്ട് ഫിറ്റാക്കുന്ന സൈറ്റ് വർക്കാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോസിൽ കാണുന്ന ഒട്ടുമിക്ക ചെടികളും അവരെടുക്കാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കണ്ട മറ്റൊരു കാഴ്ചയാണ് ഈ കുളത്തിലെ മീൻ കേട്ടോ. ഇതൊരു സത്യത്തിൽ കഴിക്കാനുള്ള മീനാണ്. ഫിലോപ്പിയ അല്ലേ. അതിൽ 2 കളറുണ്ട്. അടിച്ചപ്പളി മീനാണ്. വലിയ സൈസ് മീനാണ് കേട്ടോ. 1/2 കിലോന് മേലെ വരുള്ളൂ ഓരോ മീനും. അതുപോലത്തെ മീനുകളാണ്. അവിടെ വേറെ രസം കേട്ടോ. അവിടെ ഈ കുളത്തിലേക്ക് ഇറങ്ങി ഇങ്ങോട്ട് കയറുന്ന സമയത്തേ എൻ്റെ അമ്മ ഒരു 2 കടന്നലിന് ഒരുമിച്ച് കുത്തിയിട്ടോ. ഈ ഓട്ട കാണുന്ന ഈ ഭാഗത്താണ് അത് ഉണ്ടായത്. പക്ഷേ ഞാൻ ലൈവിൽ അപ്പോൾ ആ സമയത്ത് ഞാൻ ലൈവിൽ പോകുമായിരുന്നു. ലൈവിൽ ഞാൻ കാണിച്ചിരുന്നു ആ വീഡിയോ ഒക്കെ. ആ ഒരു കടന്നൽ കുത്തിയതും കടന്നലിനൊക്കെ കാണിച്ചിരുന്നു. വീഡിയോസിലെടുക്കാൻ പറ്റിയില്ല. നന്നായിട്ട് കടന്നലിൻ്റെ കുത്തേറ്റപ്പോഴേ ഭയങ്കര വേദനയും കടച്ചിലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ചൊറിച്ചിലൊക്കെ തോന്നി. പക്ഷേ ഏതായാലും വൈകുന്നേരമൊക്കെ സുഖമായിട്ടോ. സംഭവം ഉണ്ട്. അതൊക്കെ ഓരോ വെറൈറ്റീസാണ്. പക്ഷേ അതിൽ നമ്മൾ കണ്ട ഐറ്റംസ് കുറവാണ്. കൂടുതലും പുതിയ ഐറ്റംസാണ്. യുജീനിയൊക്കെയാണ് അവിടെ ഉള്ളത്. ഇതൊക്കെ ഓരോരുത്തർ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചേക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് ബോസ്. അപ്പോൾ നമ്മൾ വെറൈറ്റികളുടെ പ്രതീസ. ഇതൊക്കെ പുതിയ പ്ലാന്റുകൾ ചെയ്യുന്ന കേട്ടോ. ചെറിയ തൈകളൊക്കെ ആക്കിയിട്ട് അവർ പ്ലാന്റ് ചെയ്തെടുക്കുന്നതാണ്. നല്ല നോട്ടം നോക്കണം. നല്ല അതിൻ്റേതായ രീതിയിൽ നോക്കി മരുന്ന് കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടാണ് വളർത്തിയെടുക്കുന്നതൊക്കെ. അതുകൊണ്ട് നല്ല വെറൈറ്റി കവുങ്ങുകൾ. ഇതൊക്കെ പ്രത്യേക ചെടികളാണ്. അതൊക്കെ നമ്മളെ ഫ്രണ്ട് രീതിയിൽ വെച്ചുണ്ടല്ലോ. അതൊക്കെ കാണാം. തിങ്ങി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇഷ്ടംപോലെ പെട്ടെന്ന് മുളച്ചുണ്ടാവും.
തെച്ചിപ്പൂവിൻ്റെ വെറൈറ്റികളുണ്ട് കേട്ടോ. വേറെയും കളറുകളൊക്കെ ഉണ്ട്. ഓരോ ഐറ്റംസ് വെറൈറ്റി ചെടികളാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ലോഡ് ആകാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോകാൻ സമയമായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ബാക്കി വീഡിയോ പിന്നെ. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി ലോഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാൻ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ.